കോട്ടയം പാലായിൽ രേഖപ്പെടുത്തിയതിനേക്കാൾ കൂടുതൽ വോട്ട് EVM-ൽ കാണിച്ചതായി പരാതി. കടനാട് പഞ്ചായത്തിലെ 25-ാം നമ്പർ ബൂത്തിൽ 4 വോട്ട് കൂടുതൽ രേഖപ്പെടുത്തിയെന്നാണ് പരാതി. LDF-ഉം UDF-ഉം പ്രിസൈഡിംഗ് ഓഫീസർക്ക് പരാതി നൽകി. ഡിഫറൻസ് ഉണ്ട്. പ്രിസൈഡിംഗ് ഓഫീസറുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ അവർ പറയുന്നത് ഇത് വോട്ടിംഗ് മെഷീൻ്റെ ലാഗിങ്ങിൽ വന്ന പാളിച്ചയാണ്. അതുകൊണ്ട് അത് ചിലപ്പം ഒന്നിൽ കൂടുതൽ വോട്ട് ചെയ്തു പോയതായിരിക്കാം. അപ്പം ഞങ്ങളുടെ ഭാഗത്ത് വന്ന വീഴ്ചയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ നമ്മൾ പ്രിസൈഡിംഗ് ഓഫീസർക്ക് നമ്മൾ രേഖാമൂലം പരാതി കൊടുക്കുകയും പിന്നീട് നമ്മൾ കളക്ടർക്ക് മെയിൽ പരാതി അയക്കുകയും ചെയ്തു. ടോബി ജോൺസൺ ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങളുമായി. ടോബി, ബൂത്തിലെ പാർട്ടികളുടെ ഏജന്റുമാർക്കൊപ്പം തന്നെ പോളിംഗ് ഉദ്യോഗസ്ഥരും ഈ രേഖപ്പെടുത്തുന്ന വോട്ടുകളുടെ എണ്ണം കൃത്യമായി സൂക്ഷിക്കുന്നുണ്ട്. അതുമായും വ്യത്യാസമുണ്ടോ ഈ മെഷീനിൽ കാണിച്ച വോട്ടുകളുടെ എണ്ണത്തിന്? തീർച്ചയായിട്ടും അതുമായി വ്യത്യാസമുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് തന്നെയാണ് ഈ ഒരു പരാതി മുന്നോട്ട് വച്ചിരിക്കുന്നത്. LDF ആണ് ആദ്യം ഇതുമായി രംഗത്ത് വന്നത്. ഇത്തരത്തിൽ 715 വോട്ടാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ 719 വോട്ടായിട്ടാണ് EVM-ൽ കാണിക്കുന്നത് എന്നുള്ളതാണ് ആ ഒരു വ്യത്യാസമായി കാണുന്നത്. 4 വോട്ടുകൾ കൂടുതലായി ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് LDF പരാതിയായിട്ട് ഉന്നയിച്ചത്. അതിനുശേഷം UDF-ഉം അതുപോലെ തന്നെ NDA-യും ഈ ഒരു പരാതിയുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും LDF പരാതി നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ ഇന്നലെ തന്നെ നടത്തി പൂർത്തിയാക്കണമെന്നുള്ളൊരു ആവശ്യം കൂടി ഇവർ മുന്നോട്ട് വെച്ചിരുന്നു. കടനാട് പഞ്ചായത്തിൽ 715 വോട്ടുകളാണ് ഇന്നലെ പോൾ ചെയ്തത്. അതിൽ നിന്നും കൂടുതലായിട്ട് 4 എണ്ണം ഉണ്ടെന്ന് കണ്ടെത്തിയപ്പോൾ തന്നെ പ്രതിഷേധം ഉന്നയിക്കുകയും ഇത് ഒരു പരിഹാരം കാണണം എന്നുള്ള ആവശ്യം ഇവർ മുന്നോട്ട് വെച്ചു. അതിനുശേഷം ഏറെ നേരം ചർച്ച നടത്തി. പാലാ DYSP അടക്കമുള്ളവർ സ്ഥലത്തെത്തി ഇവരുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് ഇത് ഈ പോളിംഗ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ആ ബുക്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു എഴുത്ത് അതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: 4 എണ്ണം അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം രേഖപ്പെടുത്തിയതിന് ശേഷമാണ് ഇന്നലെ പോളിംഗ് അവസാനിപ്പിച്ചത്. എന്തായാലും ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ജോസ് കെ മാണി അടക്കമുള്ള LDF നേതാക്കൾ പറഞ്ഞൊരു കാര്യം, കാലതാമസം വോട്ട് ചെയ്യാൻ എടുത്തിരുന്നു. അത് വലിയ ഒരു പ്രതിസന്ധിയായി മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ EVM മെഷീനുകൾ പരിശോധിക്കണമെന്നൊരു ആവശ്യം ജോസ് കെ മാണി അടക്കം ഉന്നയിച്ചിരുന്നു. ഇതുമായി ടോബി, പാലാ കടനാടാണ് ഇത്തരത്തിൽ പാർട്ടികളുടെയും ഒപ്പം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെയും കണക്കിൽ അധികം വോട്ടുകൾ മെഷീനിൽ രേഖപ്പെടുത്തിയതായി വന്നിരിക്കുന്നത്. ഏതായാലും പരാതി നൽകിയിട്ടുണ്ട് LDF.